ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് മാനേജ്മെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, ഹൗ വി വിൽ manage the storage of variables, functions, codes, etc. Okay, so whenever we are going to execute any program, okay, ഏതൊരു പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ആ ഒരു പ്രോഗ്രാമിൻ്റെ കോഡും ഡേറ്റയും നമുക്ക് നമ്മുടെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് മാത്രമേ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് സം സ്റ്റോറേജ് അലോക്കേഷൻ മെക്കാനിസംസ്. ഓക്കെ, ദർ ആർ 3 പ്രിൻസിപ്പൽ സ്റ്റോറേജ് അലോക്കേഷൻ മെക്കാനിസംസ് വിച്ച് ആർ യൂസ്ഡ് ടു മാനേജ് ദി ഒബ്ജക്ട്സ് സ്പേസ്. ഓക്കെ, അപ്പം 3 മെത്തേഡ്സ്, അതായത് സ്റ്റാറ്റിക് അലോക്കേഷൻ, സ്റ്റാക്ക് അലോക്കേഷൻ ആൻഡ് ഹീപ്പ് അലോക്കേഷൻ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സ്റ്റോറേജ് അലോക്കേഷൻ മെക്കാനിസംസ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എല്ലാ ലാംഗ്വേജസിലും. സോ അപ്പം ഇതിനകത്ത് ഇതൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ടിപ്പിക്കൽ പ്രോഗ്രാം ആൻഡ് ഡേറ്റ ലേഔട്ട് ഇൻ മെമ്മറി. മെമ്മറിയിൽ നമ്മൾ പ്രോഗ്രാമും ഡേറ്റയും, ഞാൻ പറഞ്ഞു പ്രോഗ്രാമും ഡേറ്റയും നമുക്ക് എക്സിക്യൂഷന് മുമ്പായിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മളതിനെ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള അത്രയും എമൗണ്ട് ഓഫ് മെമ്മറി ഓൾറെഡി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ അലോക്കേറ്റ് ചെയ്യുന്നതിനുള്ളിൽ തന്നെയാണ് ആ പ്രോഗ്രാമിൻ്റെ കോഡും അതിൻ്റെ ഡേറ്റ ഒബ്ജക്ട്സ് ബാക്കി കാര്യങ്ങൾ എല്ലാം നമ്മൾ സേവ് ചെയ്യുന്നത് അതിനുള്ളിലാണ്. ആ ഒരു പ്രോഗ്രാം മെമ്മറി ബ്ലോക്കിനുള്ളിലാണ്. ഓക്കെ, സോ അപ്പം അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഡേറ്റാസാണ് നമ്മൾ എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിക് ഡേറ്റ സ്റ്റോർ ചെയ്യണം. പിന്നെ സം മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ ഹീപ്പ് അലോക്കേഷൻ, ദെൻ സ്റ്റാക്ക് അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെ യൂസ് എന്താണെന്നൊക്കെ നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മെമ്മറി റീജിയൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട്, അതായത് ഏറ്റവും താഴത്തെ പോർഷനിലാണ് നമ്മൾ കോഡ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോഗ്രാം കോഡ് ഈസ് അറ്റ് ദി bottom of the memory region, which is also known as code section എന്നും പറയും. And this code section will be protected from runtime modification by the operating system. Okay, ഇത് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിരിക്കും. ദെൻ അതിന് മുകളിലായിട്ട് we will be storing the status data objects. ഓക്കെ, സ്റ്റാറ്റിക് ഡേറ്റ ഒബ്ജക്ട്സ് ആണ് അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഇതിനകത്ത് കുറച്ച് പോർഷൻ നമ്മൾ സ്റ്റാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാക്ക് മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഗ്രോസ് ഡൗൺവേർഡ്. ദെൻ ഹീപ്പ് ഗ്രോസ് അപ്വേർഡ്. ഓക്കെ, കുറച്ച് ഹീപ്പ് പോർഷൻ ഓഫ് മെമ്മറി ഉണ്ട്, സ്റ്റാക്ക് പോർഷൻ ഓഫ് മെമ്മറി ഉണ്ട്. സ്റ്റാക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഗ്രോ ചെയ്യുന്നു, ഹീപ്പ് താഴെ നിന്ന് മുകളിലേക്ക് ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏതൊരു പ്രോഗ്രാം എടുത്താലും അതിൻ്റെ ഒരു മെമ്മറി അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിനി ഓരോരോ സ്ട്രാറ്റജീസ് ആയിട്ട് പഠിക്കുകയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് അലോക്കേഷൻ. ഇൻ സ്റ്റാറ്റിക് അലോക്കേഷൻ വി ഹാവ് അബ്സല്യൂട്ട് സ്റ്റോറേജ് അഡ്രസ്. ഓക്കെ, ഓരോ സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനും അബ്സല്യൂട്ടായിട്ട് സ്റ്റോറേജ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഫിക്സഡ് മെമ്മറി അഡ്രസ്സ് അതിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി റീറ്റെയിൻ ത്രൂ ഔട്ട് ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തീരുന്നത് വരെയും ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ സ്റ്റോറേജ് അഡ്രസ്സ് സെയിം അത് തന്നെയായിരിക്കും. സോ അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ ആ വേരിയബിളിന് ആവശ്യം വരുന്നുണ്ടോ അന്നേരമല്ല ആ സെയിം ലൊക്കേഷനിൽ പോയിട്ടാണ് നമ്മൾ വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, then these absolute addresses are also called as real address and machine address. ഇതിനെയാണ് നമ്മൾ റിയൽ അഡ്രസ്സ് എന്നും മെഷീൻ അഡ്രസ്സ് എന്നും ഒക്കെ പറയുന്നത്. സോ വിച്ച് ഈസ് ഫിക്സ്ഡ് അഡ്രസ് ഇൻ എ മെമ്മറി ആൻഡ് ദേ ആർ ഓഫൺ അലോക്കേറ്റഡ് ഇൻ പ്രൊട്ടക്റ്റഡ് റീഡ് ഓൺലി മെമ്മറി. നോർമലി ഇത് അലോക്കേറ്റ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റഡ് റീഡ് ഓൺലി മെമ്മറിയിലാണ് ഈ ഒരു അലോക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. So any attempt to write to them will cause a processor interrupt, allowing the operating system to announce a runtime error. ഇപ്പോൾ സ്റ്റാറ്റിക് ഒബ്ജക്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്റ്റാറ്റിക് ഒബ്ജക്ട്സിൻ്റെ നമുക്ക് റൺ ടൈമിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ അറ്റംപ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു പ്രോസസ്സർ ഇൻറ്ററപ്റ്റ് കോൾ ചെയ്യും. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതൊരു റൺ ടൈം എററായിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാറ്റിക്കലി അലോക്കേറ്റഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആക്സസ് ആണ്. ബിക്കോസ് ഇറ്റ് ഹാവ്സ് എ
ഫിക്സഡ് അഡ്രസ്സ്, റൈറ്റ്? സോ ഇപ്പോൾ ഫിക്സഡ് അഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഡയറക്റ്റ് ആ ഒരു മെമ്മറി അഡ്രസ്സിൽ പോയി ഇങ്ങ് കൊണ്ടുവന്നാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാറ്റിക് അലോക്കേഷനിൽ. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് ഒബ്ജക്ട്സിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ സ്റ്റാറ്റിക് ഡേറ്റ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലോബൽ വേരിയബിൾസ്. നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ ഗ്ലോബൽ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം സ്റ്റാറ്റിക് ഒബ്ജക്റ്റായിട്ട് സ്റ്റോർ ചെയ്യും. ദെൻ പ്രോഗ്രാം കോഡ് സ്റ്റാറ്റിക്കാണ്. വേരിയബിൾസ് ദാറ്റ് ആർ ലോക്കൽ ടു സിംഗിൾ സബ് റൂട്ടീൻ, ഒരു സിംഗിൾ സബ് റൂട്ടീനകത്ത് വേരിയബിൾസ് ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതും നമ്മൾ സ്റ്റാറ്റിക്കായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ബട്ട് റിമൈൻ ദർ വാല്യൂസ് ഫ്രം വൺ ഇൻവോക്കേഷൻ ടു ദ നെക്സ്റ്റ്. ഒരു തവണ ഇൻവോക്ക് ചെയ്ത് അടുത്ത തവണ ഇൻവോക്ക് ചെയ്യുന്നത് വരെയും അത് വാല്യൂസ് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മളതിനെ ലോക്കലായിട്ടുള്ള വേരിയബിൾസിനെ എല്ലാം നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ന്യൂമറിക് ആൻഡ് സ്ട്രിങ് വാല്യൂഡ് കോൺസ്റ്റൻസ്, നമ്മൾ കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നതെല്ലാം സ്റ്റാറ്റിക് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ കമ്പൈലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൺ ടൈം ടേബിൾസ് ഉണ്ട്. അതായത് ഇതിന് എക്സാമ്പിൾസാണ് നമ്മുടെ സിമ്പിൾ ടേബിൾ പോലെയുള്ള ടേബിൾസ്. ഓക്കെ, അപ്പോൾ അതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാറ്റിക് അലോക്കേഷനിലാണ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ ടേബിൾസാണ് നമുക്ക് ഡീബഗിങ്ങിനും ടൈപ്പ് ചെക്കിങ്ങിനും ഗാർബേജ് കളക്ഷനും എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യാനും അങ്ങനെ ഒരുപാട് പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഈ കമ്പൈലേഴ്സ് ഇങ്ങനെയുള്ള ടേബിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ സ്റ്റാറ്റിക് അലോക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സി പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതും ഈ സ്റ്റാറ്റിക് അലോക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഫോർട്രാൻ്റെ ഏർലിയർ വേർഷൻസിലൊക്കെ റിക്കർഷൻ സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ലോക്കൽ വേരിയബിൾസിനെല്ലാം നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷൻ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റിക്കർഷൻ ഉള്ള ലാംഗ്വേജസിലാണെങ്കിൽ നമുക്ക് ലോക്കൽ വേരിയബിൾസിന് സ്റ്റാറ്റിക് അലോക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ഏർലിയർ വേർഷൻസ് ഓഫ് ഫോർട്രാൻ we are using what static allocation to store the local variables. Okay, then these are all the static allocation. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അലോക്കേഷൻ ആണ് സ്റ്റാക്ക് അലോക്കേഷൻ. ഓക്കെ, സ്റ്റാക്ക് അലോക്കേഷൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സബ് റൂട്ടീൻ കോൾസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എപ്പോഴൊക്കെ നമ്മൾ സബ് റൂട്ടീൻ കോൾസ് യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം നമുക്ക് സ്റ്റാക്ക് അലോക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം റിക്കേഴ്സീവ് ആയാലും നോൺ റിക്കേഴ്സീവ് ആയാലും നമ്മൾ സ്റ്റാക്ക് അലോക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. സോ എവറി റിക്കേഴ്സീവ് സബ് റൂട്ടീൻ കോൾ മസ്റ്റ് ഹാവ് സെപ്പറേറ്റ് ഇൻസ്റ്റൻസസ് ഓഫ് ലോക്കൽ വേരിയബിൾസ്. നമ്മളിപ്പോൾ റിക്കേഴ്സീവ് സബ് റൂട്ടീൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരേ ഫംഗ്ഷനെ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സെയിം ലോക്കൽ വേരിയബിൾസ് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പുതിയ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്ക് അലോക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഒബ്ജക്ട്സിനെ നമ്മൾ ലിഫോ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്, യൂഷ്വലി ഇൻ കൺജക്ഷൻ വിത്ത് സബ് റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺസ്. സബ് റൂട്ടീൻ കോൾസിനെയും റിട്ടേൺസിനെയും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലുള്ള സ്റ്റാക്ക് ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെയെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ഇൻസ്റ്റൻസ് ഓഫ് എ സബ് റൂട്ടീൻ അറ്റ് റൺ ടൈം ഹാസ് എ ഫ്രെയിം ഓൺ ദി റൺ ടൈം സ്റ്റാക്ക്. നമ്മൾ ഓരോ തവണ ഒരു സബ് റൂട്ടീനെ കോൾ ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റൺ ടൈം സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സബ് റൂട്ടീൻസിനെ കോൾ ചെയ്യുന്നുണ്ടോ അന്നേരം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡേറ്റ ആണ് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ലോക്കൽ വേരിയബിൾസ് ഉണ്ട്, എന്തൊക്കെ ഗ്ലോബൽ വേരിയബിൾസ് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ അഡ്രസ്സ് എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെ നിന്നാണ് ഇത് വന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം സ്റ്റോർ ചെയ്യാൻ അപ്പോൾ ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാക്ക് അലോക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ കമ്പൈലർ ജനറേറ്റ് സബ് റൂട്ടീൻ കോളിംഗ് സീക്വൻസ് ടു സെറ്റ് എ ഫ്രെയിം, കോൾ ദ റൂട്ടീൻ ആൻഡ് ടു ഡിസ്ട്രോയ് ദ ഫ്രെയിം ആഫ്റ്റർവേർഡ്സ്. ഇപ്പം നോർമലി കമ്പൈലറാണ് ഈ സബ് റൂട്ടീൻ കോളിംഗ് സീക്വൻസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു ഫ്രെയിം ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം, ദെൻ അതിനെ കോൾ ചെയ്യണം, ആ ഒരു റുട്ടീനെ കോൾ ചെയ്യണം, ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രെയിമിനെ ഡിസ്ട്രോയ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് കമ്പൈലറാണ്. ആൻഡ് ദീസ് ഫ്രെയിം ലേഔട്ട്സ് വേരി ബിറ്റ്വീൻ ലാംഗ്വേജസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. പല ലാംഗ്വേജസിൻ്റെ പല ഇംപ്ലിമെൻറ്റേഷനും അനുസരിച്ച് ഈ ഫ്രെയിം ലേഔട്ട്സിൽ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഫ്രെയിം പോയിൻ്റർ
FP points to the frame of the currently active subroutine at runtime. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോ തവണയും സബ്റൂട്ടീനെ കോൾ ചെയ്യുമ്പോഴത്തേനും ഓരോ ഫ്രെയിമായിട്ട് ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ തവണയും അതിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രെയിം പോയിൻ്റർ ഉണ്ട്. അതാണ് ഫ്രെയിം പോയിൻ്റർ FP. ഇത് പോയിൻ്റ് ചെയ്യുന്നത് കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള സബ്റൂട്ടീൻ്റെ ഫ്രെയിമിനെയാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. ഓൾവേസ് വിച്ച് വിൽ ബി ഇൻ ദി ടോപ്പ് മോസ്റ്റ് ഫ്രെയിം ഓൺ സ്റ്റാക്ക്. സ്റ്റാക്കിനകത്തുള്ള ടോപ്പ് മോസ്റ്റ് ഫ്രെയിമിനെ ആയിരിക്കും ഇത് പോയിൻ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ സബ്റൂട്ടീൻ്റെ ആർഗ്യുമെൻറ്റ്സ്, ലോക്കൽ വേരിയബിൾസ്, റിട്ടേൺ വാല്യൂസ്, ദെൻ കോൺസ്റ്റൻറ്റ് അഡ്രസ് ഓഫ്സെറ്റ്സ്, ഇതെല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഈ FP യൂസ് ചെയ്തിട്ടാണ്, ഫ്രെയിം പോയിൻ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇനി അതുപോലെ തന്നെ ദർ ഈസ് എ സ്റ്റാക്ക് പോയിൻ്റർ. സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് സ്റ്റാക്കിനകത്ത് അടുത്ത ഫ്രീ സ്പേസ് എവിടെയാണോ അതിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതാണ് സ്റ്റാക്ക് പോയിൻ്റർ. ഫ്രെയിം പോയിൻ്റർ എന്ന് പറയുന്നത് കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള സബ്റൂട്ടീൻ്റെ ഫ്രെയിമിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈവൻ ഇൻ എ ലാംഗ്വേജ് വിത്തൗട്ട് റിക്കർഷൻ ഇറ്റ് ക്യാൻ ബി അഡ്വാൻറ്റേജസ് ടു യൂസ് എ സ്റ്റാക്ക് ഫോർ ലോക്കൽ വേരിയബിൾസ്. റിക്കർഷൻ ഇല്ലാത്ത ലാംഗ്വേജസിലാണെങ്കിൽ കൂടെയും നമ്മൾ ലോക്കൽ വേരിയബിൾസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. കാരണം ഓരോ തവണയും നമ്മൾ സബ്റൂട്ടീൻ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോരോ പുതിയ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും മുകളിലായിട്ട് വരും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് നമ്മൾ കോൾ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ്, ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഫെസിലിറ്റി കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ദെൻ ഇപ്പോൾ സ്റ്റാക്ക് ബേസ്ഡ് അലോക്കേഷനകത്താണെങ്കിൽ നമ്മൾ സബ്റൂട്ടീൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ C പ്രോഗ്രാം തന്നിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനകത്ത് A എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. A എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് Bനെ കോൾ ചെയ്യുന്നുണ്ട്. Bക്കകത്ത് വീണ്ടും Aനെ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ C പ്രോഗ്രാമിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലൊരു സ്റ്റാക്കാണ്. ഈ സ്റ്റാക്കിൽ ആദ്യം ക്രിയേറ്റ് ആവുന്നത് മെയിനാണ്, അല്ലേ? മെയിൻ ഫംഗ്ഷനെയാണ് നമ്മൾ ആദ്യം കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, റിട്ടേൺ അഡ്രസ് ഉണ്ട്, ബുക്ക് കീപ്പിംഗ് ഡേറ്റ ഉണ്ട്, ലോക്കൽ വേരിയബിൾസ് ഉണ്ട്, ടെമ്പററീസ് ഉണ്ട്. ഏതൊരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് C പ്രോഗ്രാം ആണെങ്കിൽ പ്രത്യേകിച്ചും അത് ആദ്യം കോൾ ചെയ്യുന്ന മെയിൻ ഫംഗ്ഷനെയാണ്. അപ്പോൾ ആ മെയിൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവേഷൻ റെക്കോർഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. ദെൻ എപ്പോഴാണ് ഈ A എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അന്നേരം ആ സബ്റൂട്ടീൻ Aയുടെ ആക്ടിവേഷൻ റെക്കോർഡ് നമ്മുടെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ദെൻ Aക്കകത്തുനിന്ന് Bനെ കോൾ ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ Bയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ് പുഷ് ചെയ്യും. അതുപോലെ Bക്കകത്ത് Aനെ കോൾ ചെയ്യുന്ന സമയത്ത് എഗെയിൻ Aയുടെ അടുത്തൊരു ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇപ്പം കോൾ ചെയ്ത് വരുമ്പോഴത്തേനും അവസാനം കോൾ ചെയ്ത് നിൽക്കുന്നത് ഈ Aയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രെയിം പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ഈ Aനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ Aയുടെ ഇവിടുന്ന് നമ്മളിപ്പോൾ A എക്സിക്യൂട്ട് ചെയ്ത് തീർന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ നേരെ Bയിലേക്കായിരിക്കുമല്ലോ പോകുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കമ്പൈലർ ഇതിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഓക്കെ, ദെൻ അപ്പോൾ ഫ്രെയിം പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ഈ Bയിലേക്കായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത് കറൻ്റ്ലി ഫ്രീ ആയിട്ടുള്ള മെമ്മറി, സ്റ്റാക്ക് മെമ്മറിയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ദെൻ ഇനി മൂന്നാമത്തെ ഒരു അലൊക്കേഷൻ ടെക്നിക്കാണ് ഹീപ്പ് അലൊക്കേഷൻ. ഓക്കെ, ഹീപ്പ് അലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മൾ സബ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെമ്മറിയെ വീണ്ടും സ്റ്റോറേജ് മെമ്മറീനെ വീണ്ടും സബ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ അലോക്കേറ്റ് ചെയ്യുകയും ഡീഅലോക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ഹീപ്പ് അലൊക്കേഷനകത്ത് ചെയ്യുന്നത്. ഇനി ഇതിനകത്തെന്ന് പറഞ്ഞ് ഹീപ്പ് അലൊക്കേഷനിലെ ഒരു പ്രത്യേകത ഡൈനാമിക്കലി അലോക്കേറ്റഡ് പീസസ് ഓഫ് ഡേറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ലിങ്ക്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആവശ്യമായിട്ട് വരും. അപ്പം ഓരോ തവണയും നമ്മൾ പുതിയ പുതിയ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ലിങ്ക് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ലിസ്റ്റും സ്ട്രിങ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്.
സോ അപ്പം ഇങ്ങനെയുള്ള ഹീപ്പ് അലൊക്കേഷനകത്ത് നമ്മൾ ഒബ്ജക്ട്സിന് വാല്യൂസ് ഒക്കെ അസൈൻ ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലിങ്ക്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ഹീപ്പിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫസ്റ്റ് അതിനകത്ത് പറയുന്ന പ്രിൻസിപ്പൽ കൺസേൺ എന്ന് പറയുന്നത് സ്പീഡും സ്പേസുമാണ്. അതായത് സ്പീഡിൽ നമുക്ക് ആക്സസ് ചെയ്യാനും കഴിയണം, എന്നാൽ ഒരുപാട് സ്പേസ് എടുക്കാനും പാടില്ല, അല്ലെങ്കിൽ സ്പേസിൻ്റെ മാക്സിമം ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഉണ്ടാവുകയും വേണം. ഓക്കെ, സോ അപ്പോൾ സ്പേസ് കൺസേൺസിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ ചെറിയ ചെറിയ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കും. ഓക്കെ, ഇപ്പോൾ സ്പേസ് കൺസേൺസിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റേഷൻ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷനാണ് മെയിനായിട്ടുള്ളത്, ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും വരാൻ പാടില്ല, എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും വരാൻ പാടില്ല. ഇത് ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഹീപ്പ് അലൊക്കേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഹീപ്പ് മെമ്മറി, ഒരു കണ്ടിന്യൂസ് മെമ്മറി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ട് എപ്പോഴാണ് നമുക്ക് പുതിയൊരു റിക്വസ്റ്റ് വരുന്നത്, അലൊക്കേഷൻ റിക്വസ്റ്റ് വരുന്നത്, അന്നേരം ഈ ഹീപ്പിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും എവിടെയാണ് ഇതിനെ കയറ്റാൻ പറ്റുന്ന അത്രയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെമ്മറി ബ്ലോക്ക് ഉള്ളതെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവിടേക്ക് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഷെയ്ഡഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലോക്സ് ആണ്. ഓക്കെ, അതേസമയം വൈറ്റ് കളറിലെ ബ്ലോക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട്, അതായത് ഫ്രീ ആണ്, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇവിടെ നോക്കുമ്പോൾ ഫ്രീ സ്പേസസ് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ് അല്ലേ. അപ്പം ഇത് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ അലോക്കേഷൻ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പോലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. എന്നാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെക്കാളും കൂടുതൽ മെമ്മറി ഉണ്ടെന്നാണ്, പക്ഷേ നമുക്കിതിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഫ്രാഗ്മെൻറ്റേഷനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഡിസ്കണ്ടിന്യൂസ് ഫ്രീ ബ്ലോക്സ് ഇൻഡിക്കേറ്റ്സ് എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷനാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ബ്ലോക്ക് ഓഫ് മെമ്മറിയെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടോ കൊടുത്തു. പക്ഷേ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് പോർഷൻ നമ്മൾ വേസ്റ്റ് ആവുന്നുണ്ട്. അതായത് ഇത്രയും മെമ്മറി അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല, കുറച്ച് മെമ്മറി ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, അത് വേറെ ആർക്കും ഒട്ട് യൂസ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ സ്ട്രൈക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, ലൈൻസ് യൂസ് ചെയ്ത് ഈ ഒരു പോർഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റേജ് ഓഫ് മെമ്മറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അലോക്കേഷൻ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മെമ്മറി ഉണ്ട്, പക്ഷേ ഈ ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് മെമ്മറി ഇല്ല എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേറ്റ്സ് ബ്ലോക്സ് ദാറ്റ് ഈസ് ലാർജർ ദാൻ റിക്വയർഡ് ടു ഹോൾഡ് എ ഗിവൺ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് മെമ്മറി നമ്മൾ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ആ എക്സ്ട്രാ സ്പേസ് നമ്മൾ അൺയൂസ്ഡ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്സ് പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റർ ചെയ്ത് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, അൺയൂസ്ഡ് സ്പേസ് എല്ലാം കൂടി ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റിക്വസ്റ്റിനേക്കാളും കൂടുതലുണ്ടെന്നാണ്, പക്ഷേ അവിടെ സിംഗിൾ പീസായിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫ്യൂച്ചർ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു റിക്വസ്റ്റ് വരുമ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാണ്ട് വരും. അതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും. ദെൻ മിക്കവാറും ഉള്ള സ്റ്റോറേജ് മാനേജ്മെൻറ്റ് അൽഗോരിതംസിലെല്ലാം നമ്മൾ ഒരു സിംഗിളി ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്രീ സ്പേസസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ ഒരു ഹീപ്പ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ഹീപ്പ് ബ്ലോക്കിനകത്ത് ഏതൊക്കെ പോർഷനിലാണ് നമുക്ക് ഫ്രീ സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനീഷ്യലി ആ ലിങ്ക്ഡ് ലിസ്റ്റ് എം ടി ആയിരിക്കും, സിംഗിൾ ബ്ലോക്കായിട്ടായിരിക്കും കിടക്കുന്നത്. അതായത് എൻ്റയർ ഹീപ്പും അതിനകത്ത് ഫ്രീ ആണല്ലോ, അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുമായിരിക്കും ചെയ്യുന്നത്. ഓരോ തവണ അലോക്കേഷൻ റിക്വസ്റ്റ് വരുന്ന സമയത്തും ഈ അൽഗോരിതം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ബ്ലോക്ക് ഓഫ് മെമ്മറിക്കകത്ത്, ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറിക്കകത്ത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, വന്നിരിക്കുന്ന റിക്വസ്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിലുള്ള മെമ്മറി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് അവിടെ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് അൽഗോരിതംസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഉണ്ട്, ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതത്തിലാണെങ്കിൽ നമ്മൾ ആ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെമ്മറി എവിടെയാണോ കിട്ടുന്നത് അവിടെ ആ മെമ്മറി ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ട്, വന്നിരിക്കുന്ന റിക്വസ്റ്റിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, അതായത് ഒരുപാട് കൂടുതൽ മെമ്മറിയും അല്ലാത്ത രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന മെമ്മറി ബ്ലോക്ക് ഏതാണെന്ന് നോക്കിയിട്ട് അതായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഫിറ്റ് അൽഗോരിതംസ് ആണുള്ളത്, ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും. ഓക്കെ, ഇതെല്ലാം തന്നെ എന്തിനാണ് ചെയ്യുന്നത്, ഫ്രീ ലിസ്റ്റിനകത്താണ് പോയി നോക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് എല്ലാത്തിലും ഇത് അതേ കണ്ടൻറ്റ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നതാണ്. ഇനിഷ്യലി നമ്മുടെ ഫ്രീ ബ്ലോക്കിനകത്ത് എൻ്റയർ ഹീപ്പ് കൊടുത്തിരിക്കും. ഓരോ അലോക്കേഷൻ റിക്വസ്റ്റ് വരുമ്പോഴും നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ള ബ്ലോക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്ലോക്ക് സിഗ്നിഫിക്കൻ്റ്ലി ലാർജർ ദാൻ റിക്വയർഡ്. നമുക്ക് ആവശ്യത്തിലും കൂടുതലായിട്ട് ഉള്ള മെമ്മറിയാണ് അതിനകത്ത് നമ്മൾ ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനെ ഫ്രീ ലിസ്റ്റിലേക്ക് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു സ്മോളർ ബ്ലോക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അൺനീഡഡ് ആയിട്ടുള്ള പോർഷൻസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മിനിമം ത്രെഷോൾഡ് സൈസ് വെച്ചിട്ട് നമുക്ക് മേ ലീവ് ഇറ്റ് ഇൻ ദ അലോക്കേറ്റഡ് ബ്ലോക്ക് ആസ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസിനെ മിനിമം ത്രെഷോൾഡിന് ഉള്ളിൽ വരുവാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനായിട്ട് നോക്കും. അതല്ല എങ്കിൽ നമ്മൾ അതിനെ വേറൊരു ഫ്രീ ലിസ്റ്റിലേക്ക് കൊടുക്കും. സോ വെൻ എ ബ്ലോക്ക് ഈസ് ഡി അലോക്കേറ്റഡ്, ഓക്കെ, നമുക്കിപ്പോൾ ഒരു ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്ത ബ്ലോക്ക് അതിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളതിനെ ഡി അലോക്കേറ്റ് ചെയ്യും. ഡി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡി അലോക്കേഷനിൽ നമ്മൾ അതിലുണ്ടായിരുന്ന ഡേറ്റ കളഞ്ഞതിന് ശേഷം അതിനെ ഫ്രീ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അടുത്ത് വീണ്ടും ഒരു റിക്വസ്റ്റ് വരുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വീണ്ടും ആ ഫ്രീ ലിസ്റ്റിനകത്ത് നിന്ന് ആ ഒരു ബ്ലോക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആ സമയത്ത് തന്നെ, അതായത് ഡി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ലിസ്റ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഫിസിക്കലി അഡ്ജസൻറ്റ് ബ്ലോക്സ് ഏതെങ്കിലും ആ ഒരു ഫ്രീ ലിസ്റ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണ് എങ്കിൽ ഇപ്പം ഡി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയുടെ കൂടെ അതിനെയും കൂടി കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ വലിയൊരു മെമ്മറി ആയിട്ട് സേവ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പം ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഹാസ് ഹയർ കോസ്റ്റ് കൂടുതലുള്ളത് ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതത്തിനാണ്. കാരണം എന്താണ്, അത് എപ്പോഴും ആ എൻ്റയർ ലിസ്റ്റ് സെർച്ച് ചെയ്തിട്ട് മാത്രമേ അതിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ബ്ലോക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ടെൻഡ്സ് ടു റിസൾട്ട് ഇൻ എ ലാർജർ നമ്പർ ഓഫ് വെരി സ്മോൾ ലെഫ്റ്റ് ഓവർ ബ്ലോക്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ലെഫ്റ്റ് ഓവർ ബ്ലോക്സ് വരാനുള്ള ചാൻസും ഉണ്ട്. ഫസ്റ്റ് ഫിറ്റ് ഓർ ബെസ്റ്റ് ഫിറ്റ്, ഇതിൽ രണ്ടിലേതാണെങ്കിലും റിസൾട്ട്സ് ഇൻ ലോവർ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈസ് റിക്വസ്റ്റ്. നമ്മൾ വരുന്ന റിക്വസ്റ്റിൻ്റെ സൈസിനനുസരിച്ചുള്ള മെമ്മറി ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ തോത് വരിക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ സം സ്റ്റോറേജ് മാനേജ്മെൻറ്റ് അൽഗോരിതം ഷുഡ് മെയിൻറ്റെയിൻ സെപ്പറേറ്റ് ഫ്രീ ലിസ്റ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് സൈസസിലുള്ള ബ്ലോക്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫ്രീ ലിസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരു ഹീപ്പിനെ തന്നെ നമ്മൾ പല പൂൾസായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഒരൊറ്റ സിംഗിൾ ഫ്രീ ലിസ്റ്റിന് പകരം മൾട്ടിപ്പിൾ ഫ്രീ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും.
അപ്പോൾ ഒരു ലിസ്റ്റിനകത്താണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസ് പറഞ്ഞിരിക്കും. ഇപ്പോൾ ഇത്ര MB ഉള്ള ഒരു ബ്ലോക്കാണ് ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ ഇനി 2 GB ഉള്ള ബ്ലോക്ക്സ് ഏതിലാണെന്നുള്ളത് അത് വേറൊരു ലിസ്റ്റായിട്ട് കൊടുത്തിരിക്കും. അപ്പം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ റിക്വസ്റ്റ് വരുമ്പോഴത്തേനും അതിലേതാണോ സ്റ്റാൻഡേർഡ് സൈസിന് അടുത്ത് വരുന്നത് അപ്പോൾ നേരെ അവിടെ പോയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീ ലിസ്റ്റിൽ മാത്രം ചെക്ക് ചെയ്ത് നമ്മൾ മെമ്മറി എടുക്കുമായിരിക്കും ചെയ്യുന്നത്. ഈ ഡിവിഷൻ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടോ ഡൈനാമിക് ആയിട്ടോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 2 കോമൺ മെക്കാനിസംസ് ഫോർ ഡൈനാമിക് പൂൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബഡി സിസ്റ്റവും ഫിബൊനാച്ചി ഹീപ്പുമാണ്. 2 ടൈപ്പ് ഓഫ് മെമ്മറി പൂൾ മെമ്മറി ഉണ്ട്. ഓക്കെ, അതാണ് ബഡി സിസ്റ്റവും ഫിബൊനാച്ചി ഹീപ്പും. ബഡി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്ലോക്കിൻ്റെ സൈസിനെ പവേഴ്സ് ഓഫ് 2 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2k സൈസുള്ള ഒരു ബ്ലോക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ അവിടെ അവൈലബിൾ ഒന്നും അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2k+1 സൈസുള്ള ബ്ലോക്കിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 2k വരുന്ന ആ ബ്ലോക്കിനെ ആ റിക്വസ്റ്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യും. ദെൻ ബാക്കി വരുന്ന ആ k ഉണ്ടല്ലോ, ആ kth ഫ്രീ ലിസ്റ്റിനെ അതിനെ kth ഫ്രീ ലിസ്റ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എപ്പോഴാണോ ഒരു ബ്ലോക്കിനെ ഡീഅലോക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്വന്തം ബഡി, അതായത് ഈ ബഡി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 2k+1 ഡിവൈഡ് ചെയ്തല്ലോ, ഡിവൈഡ് ചെയ്യുമ്പോൾ 2kയും പിന്നെ ഒരു kയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് അവർ രണ്ടുപേരെയാണ് നമ്മൾ ബഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ എപ്പോഴെങ്കിലും ഫ്രീ ആക്കുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ബഡി ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അലോക്കേറ്റ് ചെയ്ത് പോകാതെ ഫ്രീ ആയിട്ട് നിൽക്കുവാണ് എങ്കിൽ ഉടനെ തന്നെ അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഫ്രീ ലിസ്റ്റിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മെക്കാനിസമാണ് ബഡി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഫിബൊനാച്ചി ഹീപ്പിനകത്താണെങ്കിൽ നമ്മൾ ഫിബൊനാച്ചി നമ്പേഴ്സാണ് സ്റ്റാൻഡേർഡ് സൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബഡി സിസ്റ്റത്തിലാണെങ്കിൽ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് 2 ആയിരുന്നു. ഫിബൊനാച്ചി ഹീപ്പിലാണെങ്കിൽ ഫിബൊനാച്ചി നമ്പേഴ്സാണ് സ്റ്റാൻഡേർഡ് സൈസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. ബട്ട് ഇറ്റ് ലീഡ്സ് ടു സ്ലൈറ്റ്ലി ലോവർ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. മറ്റേ ബഡി സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ കുറവായിട്ട് വരുന്നത് ഫിബൊനാച്ചി ഹീപ്പിനകത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിബൊനാച്ചി സീക്വൻസ് ഗ്രോ ചെയ്യുന്നത് 2k ഗ്രോ ചെയ്യുന്നതിനേക്കാളും സ്ലോ ആയിട്ടാണ് ഗ്രോ വരുന്നത്. ദെൻ ഇനി എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീപ്പിനെ കോമ്പാക്റ്റ് ചെയ്യണം. ഓൾറെഡി അലോക്കേറ്റഡ് ബ്ലോക്സിനെ എല്ലാം മൂവ് ചെയ്തുകൊണ്ട് ഹീപ്പിനെ കോമ്പാക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കോംപ്ലിക്കേറ്റഡ് ബൈ ദി നീഡ് ടു ഫൈൻഡ് ആൻഡ് അപ്ഡേറ്റ് ഓൾ ഔട്ട്സ്റ്റാൻഡിങ് റെഫറൻസസ് ടു എ ബ്ലോക്ക് ദാറ്റ് ഈസ് ബീങ് മൂവ്ഡ്. നമ്മൾ അതിന് ഔട്ട്സ്റ്റാൻഡിങ് റെഫറൻസസ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ബ്ലോക്കിനും ആവശ്യമായിട്ടുള്ള റെഫറൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ കോമ്പാക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് നമ്മുടെ മെയിൻ ഹീപ്പിനെ നമ്മൾ കുറയ്ക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ തവണയും റിക്വസ്റ്റ് വരുമ്പോൾ അതിൻ്റെ സെർച്ചിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അലോക്കേറ്റഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ഇതിനകത്തുനിന്ന് മെയിൻ ഹീപ്പിനകത്തുനിന്ന് മാറ്റി ഇതിനെ കോമ്പാക്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇതിനകത്ത് നമ്മൾ മാനുവലായിട്ടുള്ള ഡീലൊക്കേഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ഡീഅലോക്കേഷൻ വിയ ഗാർബേജ് കളക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് ഡീഅലോക്കേഷൻ യൂസിങ് ഡിസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. മാനുവൽ ഡീഅലോക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമർ തന്നെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് മാനുവലി നമുക്ക് ആവശ്യം കഴിയുന്ന സമയത്ത് ആ ഡേറ്റ ബ്ലോക്കിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതാണ് മാനുവൽ ഡീഅലോക്കേഷൻ. ഓട്ടോമാറ്റിക് ഡീഅലോക്കേഷൻ വിയ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് ജാവ, C#, സ്കീം, ML, പേൾ ഈ ലാംഗ്വേജസിലൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാർബേജ് കളക്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡീഅലോക്കേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി C++ലും അഡായിലും ഒക്കെ ആണെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ഡീഅലോക്കേഷൻ ഡിസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്ട്രക്ടേഴ്സിനെ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യും. ഓക്കെ, ബട്ട് ദ പ്രോഗ്രാമർ റൈറ്റ്സ് ദ ഡിസ്ട്രക്ടർ കോഡ്. ഡിസ്ട്രക്ടറിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്രോഗ്രാമറാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് സെമി ഓട്ടോമാറ്റിക് ഡീഅലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി വിൽ ബി മൂവിങ് ടു ഗാർബേജ് കളക്ഷൻ.
ഗാർബേജ് കളക്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹീപ്പ് സ്റ്റോറേജിനെ ഡീഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന ബ്ലോക്കുകളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഡീഅലോക്കേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഗാർബേജ് കളക്ഷനകത്ത് 2 ആസ്പെക്ട്സ് ആണുള്ളത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ automatically determining what portions of heap allocated storage will not be used in the future. നമ്മളിപ്പോൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ ഡീഅലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത നിയർലി ഫ്യൂച്ചറിലൊന്നും തന്നെ അതിൻ്റെ ഏതൊക്കെ പോർഷൻസാണ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യണം. എന്നിട്ട് വേണം അതിനെ ഡീഅലോക്കേറ്റ് ചെയ്യാനായിട്ട്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനീഡഡ് ആയിട്ടുള്ള സ്റ്റോറേജ് റീയൂസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കണം. സെക്കൻഡ്, മേക്കിംഗ് ദിസ് അൺനീഡഡ് സ്റ്റോറേജ് അവൈലബിൾ ഫോർ റീയൂസ്. ഈ 2 കാര്യങ്ങളാണ് ഗാർബേജ് കളക്ഷനിൽ ചെയ്യേണ്ടത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലാംഗ്വേജും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു എക്സ്ട്രാ ബേർഡനാണ്. നമ്മൾ ഈ 2 ആസ്പെക്ട്സും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഗാർബേജ് കളക്ഷൻ കൊണ്ട് യൂസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എക്സ്ട്രാ ബേർഡനാണ്. അതുപോലെ തന്നെ നമ്മൾ ഗാർബേജ് കളക്ടർ റൺ ചെയ്യുന്ന സമയത്ത് മെഷീൻ റിസോഴ്സസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചില പ്രോഗ്രാംസിൻ്റെ കേസിലാണെങ്കിൽ ഗാർബേജ് കളക്ഷൻ ഓവർ ഹെഡ് ക്യാൻ ബി എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദി ടോട്ടൽ എക്സിക്യൂഷൻ ടൈം. ടോട്ടൽ എക്സിക്യൂഷൻ ടൈമിനകത്ത് കയറി ഈ ഗാർബേജ് കളക്ഷൻ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ടോട്ടൽ എക്സിക്യൂഷൻ ടൈമിനെ ഇത് ബാധിക്കും. ദ പ്രോഗ്രാമർ ക്യാൻ ഈസിലി ടെൽ വെൻ ദ സ്റ്റോറേജ് ഈസ് നോ ലോങ്ങർ നീഡഡ്. ആക്ച്വലി ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അവർക്കാണ് പറയാൻ കഴിയുക എപ്പോഴൊക്കെയാണ് നമുക്ക് ആ സ്റ്റോറേജ് ഇനി മുതൽ വേണ്ട എന്നുള്ളത് കാര്യം. സോ ഇറ്റ് ഈസ് എ നോർമലി മച്ച് ക്വിക്കർ programmer to free it manually than to have a garbage collector. ഗാർബേജ് കളക്ടർ യൂസ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന പ്രോഗ്രാമർ മാനുവലി അതിനെ ഡീഅലോക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോറേജ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ടോപ്പിക്സ് നോക്കാം. Okay, until then, bye, thank you.